പ്രിയപ്പെട്ടവരെ, AV ജയശങ്കർ ഉണ്ട് നമുക്കൊപ്പം. AV ജയശങ്കർ, ഇന്നലെ KC വേണുഗോപാൽ പറയുന്നത് VD സതീശൻ പറഞ്ഞതിന്റെ തുടർച്ചയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു നിര മന്ത്രിമാർ തോക്കുമെന്നാണ് പറയുന്നത്. അതിൽ 1 ഡസൻ മന്ത്രിമാരെങ്കിലും തോക്കുമെന്ന് പറഞ്ഞത് പ്രതിപക്ഷ നേതാവാണ്. സമാനമായ പ്രതികരണമാണ് KC വേണുഗോപാലിന്റെയും. എക്സിറ്റ് പോളുകളെ കവച്ചുവെക്കുന്ന വിജയം 4-ാം തീയതി പ്രതീക്ഷിക്കുന്നുണ്ട് KC, അല്ലേ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. കോൺഗ്രസിലെ 2ാമൻ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്തായാലും ഈ ഇലക്ഷന്റെ റിസൾട്ട് വരാൻ, ഇനി ഫലം വരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. LDF-ലെ മന്ത്രിമാരിൽ ഒരു കൂട്ടം ആളുകൾ തന്നെ പരാജയപ്പെടും എന്നുള്ളൊരു പ്രതികരണം നിലവിൽ നടത്തുന്നത്. കൊല്ലത്തുൾപ്പെടെ അതുണ്ടാകുമെന്നും അദ്ദേഹം ആത്മവിശ്വാസത്തോടെ പറയുന്നു. കൊല്ലം ജില്ലയെ സംബന്ധിച്ച് പറയുമ്പോൾ മന്ത്രിസഭയിലെ തത്വത്തിൽ 2ാമൻ എന്ന് പറയപ്പെടാവുന്ന ധനമന്ത്രി ഉൾപ്പെടെ ഗതാഗത മന്ത്രിയുണ്ട്, ഒപ്പം തന്നെ CPI-യുടെ ചിഞ്ചുറാണിയുണ്ട്. അങ്ങനെ 3 മന്ത്രിമാരുള്ള ജില്ലയാണ് കൊല്ലം. അപ്പോൾ ആരൊക്കെ പരാജയപ്പെടുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ മന്ത്രിമാരുടെ പരാജയം അത് പ്രതിപക്ഷ നേതാവ് നേരത്തെ പറഞ്ഞിരുന്നു. ആ കാര്യം ഒരു വട്ടം കൂടി ആത്മവിശ്വാസത്തോടെ സ്ഥിരീകരിക്കുകയാണ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി. ഒപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ സർവേ ഫലത്തിനപ്പുറത്തേക്കുള്ള ഒരു റിസൾട്ട് ഉണ്ടാകും, സീറ്റുകൾ ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറയുന്നത്. സർവേ ഫലത്തിനപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങും. ഒപ്പം തന്നെ ഈ മന്ത്രിമാർ പരാജയപ്പെടുന്ന മണ്ഡലങ്ങളിൽ വലിയ വിജയം UDF-നുണ്ടാകും. അങ്ങനെ മന്ത്രിമണ്ഡലങ്ങളൊക്കെ തന്നെ LDF-ന്റെ ഉറച്ച കോട്ടകൾ കൂടിയാണ്. പരാജയപ്പെടുമെന്നാണ് KC വേണുഗോപാൽ പറഞ്ഞതല്ലേ? തത്വത്തിൽ അങ്ങനെ വേണം വായിക്കാൻ ഡോക്ടർ അരുൺ. രാഷ്ട്രീയ സമവാക്യങ്ങൾ നോക്കുമ്പോൾ KC പറഞ്ഞതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ, ഒരുപക്ഷെ അങ്ങനെ വേണം വായിച്ചെടുക്കാൻ. എന്തായാലും അത് 4-ാം തീയതി അറിയാം. കാരണം കൊട്ടാരക്കരയിൽ പ്രത്യേകിച്ച് NSS-ന്റെ ഉൾപ്പെടെ വോട്ടുകൾ മറഞ്ഞു എന്ന കാര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം KN ബാലഗോപാലിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇഞ്ചോടിഞ്ച് മത്സരമെന്ന്. അതായത് ഒരു ഇടതുകോട്ടയായ കൊട്ടാരക്കരയിൽ പോലും ഇഞ്ചോടിഞ്ച് മത്സരമെന്ന് അവിടുത്തെ സ്ഥാനാർത്ഥി KN ബാലഗോപാൽ അംഗീകരിച്ചൊരു സാഹചര്യമുണ്ട്. അപ്പോൾ മന്ത്രിമാരുടെ ഒരു നീണ്ട നിര തന്നെ പരാജയപ്പെടും എന്ന് KC വേണുഗോപാൽ പറഞ്ഞു വെക്കുന്നു. കൊല്ലത്തുൾപ്പെടെ അതുണ്ടാകും എന്ന് പറയുന്നു. എന്തായാലും 4-ാം തീയതി അറിയാം. വലിയ വാശിയേറിയ പോരാട്ടം വലിയ ആകെ മൊത്തത്തിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ എന്താണെന്നുള്ളത് വരും ദിവസങ്ങളിൽ 4-ാം തീയതി മാത്രമേ. വോട്ടെല്ലാം പെട്ടിയിലായി കഴിഞ്ഞു. ഇനി അത് തുറന്നെണ്ണുകയേ വേണ്ടൂ. നമ്മൾ എത്ര ഇരുന്ന് കൂട്ടിയാലും കിഴിച്ചാലും ആ പെട്ടിയിലിരിക്കുന്ന വോട്ടിന് മാറ്റമൊന്നും സംഭവിക്കില്ല. പിന്നെ സ്വപ്നം കാണുമ്പോൾ അഥവാ മനോരാജ്യത്തിൽ അർദ്ധരാജ്യം കാണേണ്ട കാര്യമില്ലല്ലോ. പൂർണ്ണ രാജ്യം തന്നെ കാണാം. നമുക്ക് അവിടുത്തെ ചക്രവർത്തിയാവാം. 2 നാളത്തെ ദിവസം മാത്രമല്ലേ ഉള്ളൂ. 2 ദിവസം കഴിഞ്ഞാൽ എന്തും സംഭവിക്കാം.